Hi all, today we are going to continue in the previous session scope rule. സി പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു വേരിയബിളിനെ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക ആണെങ്കിൽ എ സൈഡ് വേരിയബിൾ ഹാസ് എ ലൈഫ് ടൈം that encompasses the entire execution of the program. Okay. Instead of a logically separate object for every invocation of the subroutine, the compiler creates a single object that retains its value from one invocation of the subroutine to the next. അതായത് കമ്പൈലറാണ് സിംഗിൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സി പ്രോഗ്രാമിൻ്റെ അകത്താണെങ്കിൽ നമ്മളൊരു സബ് റൂട്ടീൻ്റെ അകത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പൈലർ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ദെൻ അതിന് തന്നെ അടുത്ത വീണ്ടും അതേ സബ് റൂട്ടീൻ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്ത് വെക്കും. അങ്ങനെയാണ് സി പ്രോഗ്രാമിൻ്റെ അകത്ത് വേരിയബിളിന് സ്കോപ്പ് കൊടുക്കുന്നത്. ഓക്കെ, സ്കോപ്പ് റൂൾസ് ആർ ഡിസൈൻഡ് സോ ദാറ്റ് വി ക്യാൻ ഓൺലി റെഫർ ടു വേരിയബിൾസ് ദാറ്റ് ആർ അലൈവ്. ദ വേരിയബിൾ മസ്റ്റ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻ ദ ഫ്രെയിം ഓഫ് എ സബ് റൂട്ടീൻ. അതായത് സ്കോപ്പ് റൂൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അലൈവ് ആയിട്ടുള്ള വേരിയബിൾസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയായിരിക്കും. ഓക്കെ, സോ വേരിയബിളിന് സബ് റൂട്ടീൻ്റെ ഫ്രെയിമിൽ സ്റ്റോർ ചെയ്തിരിക്കും. ഇവിടെ സബ് റൂട്ടീൻ ഫ്രെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷനൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്ന സമയത്ത് പ്രോഗ്രാം കൺട്രോൾ ബ്ലോക്ക് എന്ന സംഭവം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യും. അതായത് ആ ഫംഗ്ഷനെ കുറിച്ചുള്ള ഫുൾ ഇൻഫോർമേഷന് അതിനകത്തുള്ള ആർഗ്യുമെന്റ്സ് എല്ലാം ചേർത്ത് പ്രോഗ്രാം ബ്ലോക്കിൽ സേവ് ചെയ്യും. അതിനെയാണ് ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, if a variable is not in the local scope, we are sure there is a frame for the surrounding scope somewhere below on the stack. The current subroutine can only be called when it was visible. Current subroutine call ചെയ്യുന്നത് അത് വിസിബിൾ ആവുന്ന ടൈമിലാണ്. അതുപോലെ തന്നെ the current subroutine വിസിബിൾ ആവുന്നത് അതിൻ്റെ സറൗണ്ടിങ് സ്കോപ്പ് ആക്റ്റീവ് ആവുന്ന ടൈമിലാണ്. The current subroutine is visible only when the surrounding scope is active. ഒരു വേരിയബിൾ അതിൻ്റെ ലോക്കൽ സ്കോപ്പിൽ വരുന്നില്ലെങ്കിൽ there is a frame for the surrounding scope somewhere below on the stack. Okay. ഇങ്ങനെ കുറേ സ്കോപ്പ് റൂൾസ് ആണ് സ്റ്റാറ്റിക് സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് if a variable is not in the local scope, there is a frame for the surrounding scope somewhere below on the stack. And the next is current subroutine can only be called when it was visible. And the next rule is the current subroutine is visible only when the surrounding scope is active. Next, static scope implementation with static link. സറൗണ്ടിങ് സ്കോപ്പിൻ്റെ ഫ്രെയിം കണ്ടുപിടിക്കാൻ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാറ്റിക് ലിങ്ക്. The simplest way in which to find the frames of surrounding scope is to maintain a static link in each frame that points to the parent frame. അതായത് നമ്മൾ ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഫംഗ്ഷന് വേറെ ഫംഗ്ഷൻ ലിങ്ക് മെയിൻറ്റെയിൻ ചെയ്യും. സോ ഒരു ഫംഗ്ഷന് വേറെ ഫംഗ്ഷനിലേക്ക് കോൾ പോവുകയാണെങ്കിൽ ആ പാരന്റ് ഫ്രെയിമിൻ്റെ അഡ്രസ്സ് നമ്മൾ ഒരിടത്ത് സ്റ്റോർ ചെയ്തിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ സോ ഈച്ച് ഫ്രെയിം ഓൺ ദ സ്റ്റാക്ക് കണ്ടെയ്ൻസ് എ സ്റ്റാറ്റിക് ലിങ്ക് പോയിന്റിങ് ടു ദ ഫ്രെയിം ഓഫ് ദ സ്റ്റാറ്റിക് പാരന്റ്. ഒരു ഫ്രെയിമിൻ്റെ അകത്തും അതിൻ്റെ പാരന്റിലേക്കും ഒരു ലിങ്ക് ഉണ്ടാവും. അതാണ് സ്റ്റാറ്റിക് ലിങ്ക് എന്ന് പറയുന്നത്. സറൗണ്ടിങ് സ്കോപ്പിൻ്റെ ഫ്രെയിം കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് സ്റ്റാറ്റിക് ലിങ്ക്. ഓക്കെ, ഇതിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ കുറേ സബ് റൂട്ടീൻസ് ചെയ്തിരിക്കുന്നത് എ ബി സി ഡി ഒക്കെ സബ് റൂട്ടീൻസ് ആണ്. ഓക്കെ, ഇവിടുത്തെ കേസിൽ ആദ്യം എ ആണ് കോൾ ചെയ്യുന്നത്. എ കോൾസ് ഇ. ഓക്കെ, എ ഇനെ കോൾ ചെയ്യുകയാണ്. സോ സ്റ്റാക്ക് ഫ്രെയിമിൽ ആദ്യം എനെയാണ് ഇൻസേർട്ട് ചെയ്യുക.
അതായത് എ കോൾസ് ഇ പറയുമ്പം ആദ്യം എ ആക്റ്റീവ് ആവണമല്ലോ, എന്നാലല്ലേ ഇനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ സ്റ്റാക്ക് ഫ്രെയിമിന്റെ അകത്ത് ആദ്യം എന്റെ ഫ്രെയിം ഇൻസേർട്ട് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രെയിമിൽ എനെ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, ദെൻ അതിനുശേഷം എ ഇനെ കോൾ ചെയ്തു. സോ എന്റെ മുകളിലായിട്ട് ഇന്റെ ഫ്രെയിമാണ് നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നത്. എ കോൾസ് ഇ. സോ ഫസ്റ്റ് എനെ ആക്റ്റീവ് ആക്കണം. അതിനെ എനെ ഇൻസേർട്ട് ചെയ്തു സ്റ്റാറ്റിക് ഫ്രെയിമിൽ. സോറി, ഓക്കെ, സ്റ്റാറ്റിക് ഫ്രെയിമിൽ ഇൻസേർട്ട് ചെയ്തു. സോറി, സ്റ്റാക്ക് ഫ്രെയിമിൽ എനെ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്തു. ദെൻ എ കോൾസ് ഇ പറയുമ്പോൾ എന്റെ മുകളിലായിട്ട് ഇനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്റെ ഫ്രെയിം ഇൻസേർട്ട് ചെയ്യും. ദെൻ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ സ്റ്റാക്ക് ലിങ്ക് ഫോം ചെയ്യും അതിൻ്റെ പാരന്റിലേക്ക്. ഓക്കെ, അതായത് ഇതാണ് സ്റ്റാറ്റിക് ലിങ്ക്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇ കോൾസ് ബി ആണ്. ഇ കോൾസ് ബി. സോ ഇത് ഇന്റെ മുകളിലായിട്ട് ബി വരും. അവിടെയും സ്റ്റാറ്റിക് ലിങ്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എയിലേക്ക്. അതായത് ബിന്റെ പാരന്റും എ തന്നെയാണ്, കാരണം എ ആണ് ഇനെ കോൾ ചെയ്യുന്നത്. ദെൻ ഇ വഴി ബിനെ. സോ ബിന്റെ പാരന്റും എ ആയിരിക്കും. സോ അവിടെയും സ്റ്റാറ്റിക് ലിങ്ക് ഫോം ചെയ്യും. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ സ്റ്റാറ്റിക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബി കോൾസ് ഡി, ദെൻ ഡി കോൾ സി. ഓക്കെ, ഈ ഒരു സീക്വൻസിലാണ് കോൾ പോകുന്നത്. അങ്ങനെ ആ ലിങ്ക് പോകുന്നതിനാണ് സ്റ്റാറ്റിക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇത് സ്റ്റാറ്റിക് ലിങ്ക്സ് ഫോം എ സ്റ്റാറ്റിക് ചെയിൻ. ഒരു ചെയിൻ ആയിട്ട് അത് ആക്ട് ചെയ്യുന്നു അവിടെ എല്ലാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് ലിങ്ക് ഫോം എ സ്റ്റാറ്റിക് ചെയിൻ വിച്ച് ഈസ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് സ്റ്റാറ്റിക് പാരന്റ് ഫ്രെയിംസ്. Next, the compiler generates code to make these traversals over frame to reach non-local object. അതായത് നോൺ ലോക്കൽ ഒബ്ജക്റ്റിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു ട്രാവേഴ്സലിന് വേണ്ടി കമ്പൈലർ ഇതിൻ്റെ അകത്ത് കോഡ് ജനറേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഇവിടെ സബ് റൂട്ടീൻ എ എന്ന് പറയുന്നത് നെസ്റ്റിംഗ് ലെവൽ 1ലും സി എന്ന് പറയുന്നത് നെസ്റ്റിംഗ് ലെവൽ 3ലും ആണ്. അതായത് എ ഇനെ കോൾ ചെയ്യുന്നു, ഇ സിനെ കോൾ ചെയ്യുന്നു. അപ്പൊ എ ആണ് ആദ്യത്തെ ലെവൽ 1ലുള്ളത്. ഇ കഴിഞ്ഞതിന് ശേഷം സി വരുന്നത്. അതുകൊണ്ട് തന്നെ സി ലെവൽ 3ലാണ്. ഓക്കെ, subroutine A is at nesting level 1 and C at nesting level 3. When C access an object of A, അതായത് എന്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റാറ്റിക് ലിങ്ക് ട്രാവേഴ്സ് ചെയ്ത് വേണം എന്റെ ഫ്രെയിമിൽ എത്താൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. സോ സ്റ്റാറ്റിക് ലിങ്കിന്റെ ചെയിൻ ഫോം ചെയ്യും. When C accesses an object of A, then two static links are traversed to get to A's frame that contains that object. Okay? അതായത് എന്റെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സ്റ്റാറ്റിക് ലിങ്ക് ട്രാവേഴ്സ് ചെയ്ത് വേണം എന്റെ ഫ്രെയിമിൽ എത്താൻ. ഓക്കെ, അവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. സോ സ്റ്റാറ്റിക് ലിങ്കിന്റെ ചെയിൻ ആണ് ഫോം ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഔട്ട് ഓഫ് സ്കോപ്പ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ രണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രൊസീജിയർ ഇവിടെ ഫസ്റ്റ് ഉള്ളത് പ്രൊസീജിയർ P1, നെക്സ്റ്റ് ഉള്ളത് പ്രൊസീജിയർ P2. ഓക്കെ, P1ഉം P2 പറഞ്ഞ പ്രൊസീജിയർ ആണ് ഉള്ളത്. P2 ഈസ് നെസ്റ്റഡ് ഇൻ P1. P1ന്റെ അകത്തുള്ള പ്രൊസീജിയർ ആണ് P2. അതായത് പ്രൊസീജിയർ P1 അതിന്റെ അകത്താണ് പ്രൊസീജിയർ P2. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. P2 എന്ന് പറയുന്നത് നെസ്റ്റഡ് ഇൻ P1. ഓക്കെ, ദെൻ P1 has a local variable. P1 has a local variable x. അതായത് എക്സ് റിയൽ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് P1ന്റെ അകത്ത്. P1ന്റെ അകത്ത് എക്സ് റിയൽ എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് P2 has a local variable x that hides x in P1. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ P2ന്റെ അകത്തും എക്സ് ഇൻറ്റിജർ ആയിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അതുകൊണ്ട് തന്നെ P2 കോൾ ചെയ്ത് കഴിഞ്ഞാൽ no extra code is executed to inactivate the binding of X to P1. അതായത് ആദ്യത്തെ ബൈൻഡിങ് കളയാനായിട്ട് ഇവിടെ എക്സ്ട്രാ പ്രൊസീജിയർ കോഡ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതായത് ഇവിടെ രണ്ടാമത്തെ വേരിയബിൾ ഇവിടുത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്കോപ്പിനെ ഹൈഡ് ചെയ്യും. ഓക്കെ, അതായത് ഇവിടെ എക്സ് ഓഫ് P1 എന്ന് പറയുന്നത് ഹിഡൻ ആയിരിക്കും. എക്സ് ഓഫ് P1 വിൽ ബി ഹിഡൻ P2ൻ്റെ അകത്ത്. ഓക്കെ, ഇതിനെയാണ് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രൊസീജിയർ P1ൻ്റെ എക്സ് എന്ന് പറയുന്നത് P2ൻ്റെ അകത്ത് ഔട്ട് ഓഫ് സ്കോപ്പ് ആണ്, അതായത് ശരിക്കും ഹിഡൻ ആണ്. ഓക്കെ, അതൊക്കെയാണ് സ്റ്റാറ്റിക് സ്കോപ്പിൽ വരുന്നത്. അതായത് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പ്രൊസീജിയർ ഇവിടെ രണ്ട് പ്രൊസീജിയർ ഉണ്ട്, പ്രൊസീജിയർ P1 ആൻഡ് പ്രൊസീജിയർ P2 ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പ്രൊസീജിയർ P1, പ്രൊസീജിയർ P2. അതായത് P2 എന്ന് പറയുന്നത് P2 ഈസ് നെസ്റ്റഡ് ഇൻ P1. പ്രൊസീജിയർ P1ൻ്റെ അകത്താണ് പ്രൊസീജിയർ P2 ഉള്ളത്. ദെൻ P1 ലോക്കൽ വേരിയബിൾ എക്സ് ഉണ്ട് റിയൽ ആയിട്ട്. ദെൻ P2 ലോക്കൽ വേരിയബിൾ എക്സ് ഉണ്ട് റിയൽ ആയിട്ട്. ദെൻ അതിൻ്റെ അകത്ത് P1ൻ്റെ എക്സ് ഹിഡൻ ആയിരിക്കും. അതിനെയാണ് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പാണ് ഡൈനാമിക് സ്കോപ്പിംഗ്. ഫ്ലോ ഓഫ് എക്സിക്യൂഷനെ ബേസ് ചെയ്താണ് സ്കോപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമൈൻഡ് ബൈ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. ഡൈനാമിക് സ്കോപ്പ് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് APL, സ്നോബോൾ, ലിസ്പ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് in particular on the order in which subroutines are called. സബ്റൂട്ടീൻ കോൾ ചെയ്യുന്ന ഓർഡർ എങ്ങനെയാണോ ആ ഓർഡറിലായിരിക്കും ഈ ഒരു സ്കോപ്പ് ഡിറ്റർമിനേഷൻ വരുന്നത്. ഓക്കെ, അതായത് ഡൈനാമിക് സ്കോപ്പിംഗ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ബേസ്ഡ് ആണ്. ഓക്കെ, ബേസ് ചെയ്താണ്. നെക്സ്റ്റ് സ്റ്റാറ്റിക് വേഴ്സ് ഡൈനാമിക് സ്കോപ്പിംഗ്. ഇവിടെ ഫസ്റ്റ് ഗ്ലോബൽ ഡിക്ലറേഷൻ ആണ് n ഇൻഡിജറായിട്ട്. ഓക്കെ, n ഇൻഡിജറായിട്ട് ഗ്ലോബൽ ഡിക്ലറേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെയുള്ളത് രണ്ട് പ്രൊസീജിയേഴ്സ് ആണ്. ഫസ്റ്റ് പറഞ്ഞ ഒരു പ്രൊസീജിയർ, ദെൻ സെക്കൻഡ് പറഞ്ഞ പ്രൊസീജിയർ. ഫസ്റ്റിൻ്റെ അകത്ത് എന്നിൻ്റെ വാല്യൂ, ഫസ്റ്റ് പ്രൊസീജിയറിൻ്റെ അകത്ത് എന്നിൻ്റെ വാല്യൂ 1 ആയിട്ട് വെച്ചു. ദെൻ സെക്കൻഡിൻ്റെ അകത്ത് വേറൊരു ഡിക്ലറേഷൻ നടത്തിയിരിക്കുകയാണ്. n ഇൻഡിജറായിട്ട് വീണ്ടും ഡിക്ലെയർ ചെയ്തു. അതായത് സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് n ഇൻഡിജറായിട്ട് വീണ്ടും ലോക്കൽ ഡിക്ലറേഷനാണ് അത്. ഓക്കെ, ദെൻ അതിൻ്റെ പ്രൊസീജിയർ സെക്കൻഡിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇവിടെയാണ് മെയിൻ പ്രോഗ്രാം. ഓക്കെ, ഈ ഒരു പാട്ടിൽ ദെൻ n ഈക്വൽ ടു 2 ആയിട്ട് അസൈൻ ചെയ്തു. അതായത് n-നെ 2 ആയിട്ട് അസൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ലൈൻ 8ൽ പറയുന്നത് ഇൻറ്റിജർ നമ്പർ റീഡ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ സെക്കൻഡ് എന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യാൻ. ഓക്കെ, അതാണ് ഈ ഒരു കേസിൽ കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതായത് ഇൻറ്റിജർ നമ്പർ റീഡ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യും. യെസ് ട്രൂ ആണെങ്കിൽ പ്രൊസീജിയർ 2നെയാണ് കോൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിനുശേഷം റൈറ്റ് ഡോട്ട് ഇൻറ്റിജർ ഓഫ് n എന്ന് പറഞ്ഞത് എന്നിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹിയർ പ്രോഗ്രാം ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് സ്കോപ്പ് റൂൾസ്. And in the case of dynamic scoping, a value read at runtime. If static scoping is in effect, then this program prints a 1. Then if dynamic scoping is in effect, the output depends on the value read at line number 8. Okay, at runtime. If the input is positive, the program prints a 2. Otherwise, it prints a 1.
ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ വെദർ ദ അസൈൻമെന്റ് ടു ദ വേരിയബിൾ എൻ അറ്റ് ലൈൻ നമ്പർ 3 എന്ന് പറയുന്നത് റെഫർ ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിളിനെയാണ്. അതായത് ആദ്യത്തെ ലൈന് ഡിക്ലെയർ ചെയ്ത വേരിയബിളാണ് ഗ്ലോബൽ വേരിയബിൾ. അല്ലെങ്കിൽ ലോക്കൽ വേരിയബിളിനെ, അതായത് ലൈൻ നമ്പർ 5ൽ ലോക്കൽ ഡിക്ലറേഷനാണ് നടത്തിയിരിക്കുന്നത്. അതിനെയാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ. Then next, static scope rule require that the reference resolve to the closest enclosing declaration, namely the global n. In case of dynamic scope rule, it requires that we choose the most recent active binding for n at runtime. Okay. ഇതാണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സ്കോപ്പിങ്ങിൻ്റെ ഇത് പറയുന്നത്. ഓക്കെ. ഇതൊക്കെയാണ് സ്കോപ്പ് റൂൾസ് എന്താ, അതൊക്കെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.